ഗുഡ് മോർണിംഗ് അൻവി. ഗുഡ് മോർണിംഗ്. എന്തിനാ മാസ്ക് വെച്ചേക്കുന്നേ? എന്തിനാ മാസ്ക് വെച്ചേക്കുന്നേ? ഗുഡ് മോർണിംഗ്. ഒന്ന് ചെറിയൊരു ലേസി മോർണിംഗ് വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലെ അൻവി സ്കൂളിൽ ഇപ്പോൾ റെഡി ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ അൻവി ഞാനും കൂടി ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അൻവിയുടെ സ്കൂൾ വന്നു. അതിൻ്റെ ഒരു വെപ്രാളാണ് എൻ്റെ മുഖത്തിപ്പം കാണുന്നത്. പിന്നെ അൻവി സ്കൂളിൽ പറഞ്ഞു വിട്ടു. ശേഷം ഞാൻ പോയി ബ്രഷ് ചെയ്യാൻ പോവാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. അതുവരെ ഞാൻ നിൽക്കും. പറ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ആമിനെയാണ്. അവൾ രാവിലെ വീഡിയോ കോൾ വിളിച്ചു. അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവളല്ല, അവളുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാണ്ടായിരുന്നു, പനിയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലാണ് ഇപ്പം. അപ്പം ഇത് മൂത്ത ആളാണ്, ഇത് ഇളയ കുട്ടി. ഇവരുടെയൊക്കെ കെയർ ടേക്കർ ആയ നമ്മുടെ ഹാത്തൂസാണ് ഇവളുടെ അനിയത്തി. ഞാനെല്ലാം മടക്കി വെച്ചതോ. എന്നിട്ട് എന്തെടുത്ത് വെക്കാൻ? ഞാനിതെടുത്ത് വെക്കുമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ മാറിപ്പോയെന്നും പറഞ്ഞ് വെക്കുന്നത് ചെവിയും തന്നെ കേൾക്കണ്ട. അവളെടുത്ത് വെക്കട്ടെ. എന്ത് ചെയ്യാൻ പോവാ നമ്മള്? ആരാ വെക്കും ചെയ്യുന്ന? ചേട്ടനാ? അപ്പൊ നീ എന്തു ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞേ. ഭയങ്കര വണ്ടിയിൽ നിന്ന് ബബിൾ ഗം കിട്ടി. അപ്പം ചവച്ചുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് ആക്കം ചെയ്യാം. പണിയെടുക്കുന്ന വീടും രാജ് അതിനകത്ത് കിടന്നതാ പറയാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ലിങ്ക് വേണ്ടുന്ന താഴെ കമന്റ്. സാന്ദ്ര ആദ്യമായിട്ട് വാക്കും ചെയ്യാൻ പോകാറ്. ഞാൻ ഇന്ന് കഴിവാറാ ഉള്ളത്. എന്തോ കഴിവാറുള്ളേ? വണ്ടി കഴിയുമ്പോ ഞാൻ വാക്കും ചെയ്യുന്നു. എനിക്ക് പണിയുണ്ട്, വേറെ പല ജോലികളും ഉണ്ട് എനിക്ക്. ഷാമ്പു പോലും പതിപ്പിക്കത്തില്ല. സ്കൂട്ടി ഉണ്ട്, സ്കൂട്ടിയും കഴിവ്. ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പോലെ ഇങ്ങനെ എടുക്കുക, മാറ്റി വെക്കുക. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്ക്. ഇതങ്ങോട്ട് ഒഴുകുക, ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക. അറിയാം, ഇതിനകത്ത് നേരത്തെ ഇട്ട പോലെ തന്നെ അങ്ങ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടി തിന്നെങ്കിൽ അതിനകത്തിട്ട് ഇതിന്റെ പൊസിഷൻ കണ്ടോ? അപ്പോ ഓക്കെ. ഈ സാധനം അടയ്ക്കാൻ മറക്കരുത്, നിലവിൽ കേൾക്കില്ല. ഇതെങ്ങനെ ഇടുന്നത് ചെയ്യണം? ഇങ്ങനെ വെച്ചിട്ട് എന്താ പോളറോയിഡ് കളക്ഷൻ. ഞാൻ കുറച്ച് വയലിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അത് കുറച്ച് നിമിഷത്തെ പണിയുണ്ടത്. ഓരോന്നൊക്കെ കണക്ട് ചെയ്തൊക്കെ വരാനൊക്കെ ഉണ്ട്. നമ്മൾ വയലിനിസ്റ്റിലെ എല്ലാ മ്യൂസിഷ്യൻസും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ we lost our skills അല്ലേ? ഇതാണ് ഷോൾഡർ. എന്റെ വയലിൻ ബോക്സിന്റെ ഇച്ചിരി ഞാൻ തൊട്ടതേ ഉള്ളത് പോയി. സിബ് മാറ്റാതെ ബോൾട്ടില്ല. എനിക്ക് മര്യാദക്ക് പുതിയ കേസ് വാങ്ങിച്ചു തന്നാണ്. എന്താണെങ്കിലും ഇന്ന് റെഡിയാക്കി തന്നാണ്. ഞാൻ ചെയ്യേണ്ട കുറച്ച് സ്വരങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ. ഞാൻ പഠിപ്പിച്ച് പാടും. പതിനീസ വായിക്കേ പായറ വായിക്കേ മതി. ഞാൻ കുറച്ച് നേരം വയലിൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വരാം.
ബാക്ക്. ഓക്കെ ബൈ. എനിക്കും പ്രോഗ്രാം ഉണ്ട്. എന്താ പറയുക, വീഡിയോ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇന്നപ്പം നമ്മുടെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ലേസി ഡേ ആണോ, മോർണിംഗ് വ്ലോഗാ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു ഉച്ചയാവാറായി. ഉച്ചരയൊക്കെ ആയി ഇപ്പൊ. ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെറിയൊരു ആയിട്ട് ഇവിടെയാണ് ക്യാമറ, Okay. ഇങ്ങനെ തിരിക്കേ എന്നാണ് കുറച്ചുകൂടി കംഫർട്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇവിടെ ക്യാമറ നോക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിനേക്കും ഇത്രേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ബുദ്ധി.